മരണപ്പെട്ട് കഴിഞ്ഞാൽ ആളുകളൊക്കെ പിന്നെ മയ്യത്തൊക്കെ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുന്ന ഒരാൾ, അദ്ദേഹം ഒരു അഭിമുഖം നടത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൽ പറയുന്ന ഒരു സംഗതി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മനസ്സിലുണ്ടാക്കിയ വലിയൊരു വല്ലാത്തൊരു വിഷമമുള്ളൊരു സംഭവം പറയണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, പിന്നെ വീട്ടിലേക്ക് വിളിച്ചു, ആൾ മരിച്ചു കിടക്കുന്നു, വീട്ടിലേക്ക് വിളിച്ചു, മയ്യത്ത് നാട്ടിലെത്തിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഈ മരിച്ച ആൾ ഭാര്യ ചോദിക്കുകയാണ് എത്രയാകുന്നു. അപ്പോൾ 5000 ദിർഹം ആകുന്നു. ഈ 5000 ദിർഹം ആണെങ്കിൽ അത് കുറച്ചും കൂടി സാമ്പത്തിക ബാധ്യത ഉണ്ടാവും, അല്ലെങ്കിൽ കടത്തിലാണ്. ഇനി അതും കൂടി ഭാരം ഉണ്ടാക്കണ്ട, നിങ്ങൾ അവിടെ ഖബറടക്കിക്കൊള്ളുന്നവർ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ട്, അവൾ സ്കൂളിൽ പോയിട്ടുണ്ട്, സ്കൂൾ വിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 6ാം ക്ലാസ്സിൽ മകൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ അയാൾ വിളിച്ചപ്പോൾ ഈ മൊബൈൽ ഫോൺ വിളിച്ച് ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ആ കുട്ടി പറയാണ്, എൻ്റെ ഉപ്പച്ചിയെ കൊണ്ട് കൊണ്ടുവരാൻ പിന്നെ പ്രയാസം, പൈസ അല്ലേ, സാമ്പത്തികമല്ലേ, എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ സ്കൂളിൽ ഒരു ടീച്ചറോട് പറഞ്ഞിട്ട് ഒരു കളക്ഷൻ എടുക്കുക, എൻ്റെ ക്ലാസ്സിൽ വേറൊരു കുട്ടിക്ക് വീടിന് ഒരു കളക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ഞാൻ കളക്ഷൻ എടുത്തോളാം, എങ്ങനെയായാലും എൻ്റെ ഉപ്പച്ചിയെ കാണണം. ഞാൻ മനസ്സിലാൽ ഈ വല്ലാത്തൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചോദ്യം. അങ്ങനെ ഒരുപാട് മക്കൾ നാട്ടിൽ കാത്തു നിൽക്കുകയാണ്, പ്രവാസികളെ. അവരുടെയൊക്കെ മുഖവും അവരുടെ ചിന്തയും അവരുടെ സ്നേഹമൊക്കെ അത് നാട്ടിലിട്ടേച്ച് അന്യനാട്ടിൽ പോയി, നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ അനാവശ്യമായ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്നത് തീർച്ചയായിട്ടും എന്തുകൊണ്ടും അത് അയാളോട് മാത്രമല്ല, സമൂഹത്തോടും കുടുംബത്തോടും രാജ്യത്തോടൊക്കെ ചെയ്യുന്ന വലിയ ദ്രോഹം തന്നെയാണ്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് വേണ്ടത്.